നമസ്കാരം. ഇന്നത്തെ നമ്മുടെ നെറ്റ്വർക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് ബ്ലോക്കാണ് VLAN, അതായത് വെർച്വൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ. അപ്പോൾ ഒരൊറ്റ ഫിസിക്കൽ നെറ്റ്വർക്കിനെ എങ്ങനെ പല വെർച്വൽ നെറ്റ്വർക്കുകളായി തിരിക്കാം, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്? നമുക്കിന്ന് ഇതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് സംസാരിക്കാം. നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് ഒരു സാധാരണ നെറ്റ്വർക്കിലെ പ്രശ്നങ്ങളിൽ നിന്നാണ്. പിന്നെ അതിനൊരു പരിഹാരമായി VLAN എങ്ങനെ വരുന്നു, അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ എന്തൊക്കെയാണ്, അതിലെ സുരക്ഷാ ഭീഷണികൾ, അവസാനം നെറ്റ്വർക്ക് സെഗ്മെന്റേഷന്റെ ഭാവി എങ്ങോട്ടാണെന്നും നമ്മൾ നോക്കും. ശരി, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒറ്റ നെറ്റ്വർക്ക്, അതായത് ഫ്ലാറ്റ് നെറ്റ്വർക്ക്. കേൾക്കാൻ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും എന്തുകൊണ്ടാണത് പലപ്പോഴും വലിയ തലവേദനയാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ഉദാഹരണമെടുക്കാം. സ്റ്റാർട്ടപ്പ് XQ വളരെ ചെറിയൊരു കമ്പനിയാണ്. അതുകൊണ്ടുതന്നെ അവർക്കാകെ ഒരു സ്വിച്ചും ഒരു റൂട്ടറേ ഉള്ളൂ. അവരുടെ സെർവർ റൂം, ഫിനാൻസ്, HR, മാർക്കറ്റിംഗ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ ഒരൊറ്റ നെറ്റ്വർക്കാണ് ഉപയോഗിക്കുന്നത്. ഇവിടത്തെ പ്രധാന പ്രശ്നമെന്താണെന്ന് വെച്ചാൽ ബ്രോഡ്കാസ്റ്റ് ഡൊമെയിനാണ്. സംഭവം സിമ്പിളാണ്. ഈ ഫ്ലാറ്റ് നെറ്റ്വർക്കിൽ ഒരു കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയച്ചാൽ അത് ആ നെറ്റ്വർക്കിലെ മറ്റെല്ലാ കമ്പ്യൂട്ടറുകളിലും എത്തും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഹാളിൽ എല്ലാവരും കൂടി നിന്ന് സംസാരിക്കുന്നത് പോലെയാണ്. ഭയങ്കര ബഹളമായിരിക്കും, നെറ്റ്വർക്കിന്റെ സ്പീഡ് കുറയും, പോരാത്തതിന് സുരക്ഷാ പ്രശ്നങ്ങളുമുണ്ടാകും. അപ്പോ ഈ ബഹളം നിറഞ്ഞ വലിയ ഹാളിനെ എങ്ങനെ ചെറിയ സൗകര്യമുള്ള റൂമുകളാക്കി തിരിക്കാം? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് വിർച്വൽ ലാനുകൾ അഥവാ VLANുകൾ. ഈ ആശയം വളരെ രസകരമാണല്ലേ? VLAN എന്താണെന്ന് ഏറ്റവും ലളിതമായി പറയാൻ പറ്റുന്നൊരു കാര്യമാണിത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു വലിയ സ്വിച്ചിനെ അതിന്റെ ഹാർഡ്വെയറിലൊരു മാറ്റവും വരുത്താതെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പല ചെറിയ ഇൻഡിപെൻഡന്റ് സ്വിച്ചുകളാക്കി മാറ്റുന്നതിന് തുല്യമാണിത്. നമ്മുടെ സ്റ്റാർട്ടപ്പ് XQവിന്റെ കാര്യത്തിലേക്ക് തിരിച്ചുവരാം. അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇതുപോലെ ഓരോ VLAN ID നൽകാം. ഉദാഹരണത്തിന് ഫിനാൻസിന് VLAN 30, മാർക്കറ്റിംഗിന് VLAN 50. ഇപ്പോൾ എന്താ ഗുണം? ഫിനാൻസിലെ കമ്പ്യൂട്ടറുകൾ അയക്കുന്ന ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ ഫിനാൻസിൽ മാത്രമേ എത്തൂ, അത് മാർക്കറ്റിംഗിലേക്ക് പോകില്ല. ഓരോന്നും ഓരോ തനി നെറ്റ്വർക്ക് പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. നെറ്റ്വർക്ക് നല്ല ഓർഗനൈസ്ഡ് ആവും. 2. ഒരു VLANലെ ഡാറ്റ മറ്റൊന്നിലേക്ക് കടക്കാത്തതുകൊണ്ട് സുരക്ഷ കൂടും. 3. ഒരു ജീവനക്കാരൻ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മാറിയാലും അയാളുടെ കമ്പ്യൂട്ടർ എവിടെ കൊണ്ടുവച്ചാലും നമുക്ക് അതേ VLANൽ തന്നെ നിലനിർത്താം. അതുകൊണ്ട് അഡ്മിനിസ്ട്രേഷൻ വളരെ എളുപ്പമാവും. പിന്നെ അനാവശ്യ ട്രാഫിക് കുറയുന്നതുകൊണ്ട് നെറ്റ്വർക്കിന്റെ പെർഫോമൻസും മെച്ചപ്പെടും. ഓക്കെ, കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാണ് ടെക്നിക്കലി വർക്ക് ചെയ്യുന്നത്? അതായത് ഒരു സ്വിച്ചിന് ഒരു ഡേറ്റാ പാക്കറ്റ് കിട്ടുമ്പോൾ അത് ഏത് VLANൽ പെട്ടതാണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? പണ്ടിതിനായി പ്രധാനമായും 2 രീതികളുണ്ടായിരുന്നു. ഒന്ന് സിസ്കോയുടെ സ്വന്തം പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ ആയിരുന്ന ISL. പക്ഷേ ഇന്ന് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് IEEE 802.1q ആണ്. ഇത് ഡേറ്റ ഫ്രെയിമിനെ മൊത്തത്തിൽ പൊതിയുന്നതിന് പകരം അതിനകത്തേക്ക് ഒരു ചെറിയ 4 ബൈറ്റ് ടാഗ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ഇത് സംഭവം ക്ലിയറാകും. ഒരു സാധാരണ ഇഥർനെറ്റ് ഫ്രെയിമിനകത്തേക്ക് 802.1q ഹെഡർ എന്നൊരു ഭാഗം കൂട്ടിച്ചേർക്കുന്നത് കണ്ടോ? അതിനുള്ളിലെ 12 ബിറ്റ് വരുന്ന ആ VID, അതായത് VLAN ഐഡന്റിഫയർ, അതാണ് ഈ പാക്കറ്റ് ഏത് VLANന്റേതാണെന്ന് കൃത്യമായി പറയുന്നത്. അപ്പോൾ ഈ 12 ബിറ്റ് ഫീൽഡ് ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര VLANുകൾ ഉണ്ടാക്കാൻ പറ്റും? 1ഉം 2ഉമല്ല, 0ഉം അവസാനത്തെ നമ്പറും ചില ആവശ്യങ്ങൾക്കായി റിസർവ്ഡ് ആണ്. അത് കഴിഞ്ഞാൽ പോലും ആകെ 4094 VLANുകൾ വരെ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇതുവരെ നമ്മൾ സ്വിച്ചുകളുടെയും നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെയും കാര്യങ്ങളല്ലേ സംസാരിച്ചത്. ഇനി നമ്മുടെ കമ്പ്യൂട്ടറിനെയോ സെർവറിനെയോ എങ്ങനെ ഒരു പ്രത്യേക VLANന്റെ ഭാഗമാക്കാം എന്ന് നോക്കിയാലോ? ലിനക്സിലാണെങ്കിൽ സംഭവം കമാൻഡ് ലൈൻ വഴിയാണ് ചെയ്യേണ്ടത്. പേടിക്കേണ്ട, സിമ്പിളാണ്. ആദ്യം 802.1q എന്ന കേർണൽ മൊഡ്യൂൾ ലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ മെയിൻ നെറ്റ്വർക്ക് ഇന്റർഫേസ്, അതായത് ETH0ന്റെ മുകളിൽ VLAN ID ചേർത്തൊരു വെർച്വൽ ഇന്റർഫേസ് ഉണ്ടാക്കണം. ഉദാഹരണത്തിന് ETH0.20. എന്നിട്ട് അതിനൊരു IP അഡ്രസ്സ് കൊടുത്ത് ഓൺ ചെയ്താൽ മാത്രം മതി. കഴിഞ്ഞു. ഇനി വിൻഡോസിന്റെ കാര്യം നോക്കാം. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം നമുക്ക് ഗ്രാഫിക്കൽ ഇന്റർഫേസ് ഉണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങളുടെ നെറ്റ്വർക്ക് കാർഡ്, അതായത് നെറ്റ്വർക്ക് അഡാപ്റ്റർ കണ്ടെത്തി റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. ആ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ഒരു അഡ്വാൻസ്ഡ് ടാബ് കാണാം. അതിനുള്ളിൽ VLAN ID എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് വേണ്ട VLANന്റെ നമ്പർ, ഉദാഹരണത്തിന് 20, ടൈപ്പ് ചെയ്ത് ഓക്കെ അമർത്തുക. അത്രയേ ഉള്ളൂ.
വിലാനുകൾ നമുക്ക് നല്ലൊരു സുരക്ഷാ കവചം തരുന്നുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ഒരു സിസ്റ്റമും 100% പെർഫെക്റ്റ് അല്ല. ഈ വെർച്വൽ മതിലുകളെയും തകർക്കാൻ ചില വഴികളുണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് നോക്കാം. ഇതിലെ ഒരു പ്രധാനപ്പെട്ട അറ്റാക്കാണ് VLAN ഹോപ്പിംഗ്. ഇവിടെ അറ്റാക്കർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയാളുടെ കമ്പ്യൂട്ടറിനെ ഒരു സ്വിച്ച് ആണെന്ന് കബളിപ്പിക്കും. എന്നിട്ട് സ്വിച്ച് പോർട്ടിന്റെ ഓട്ടോമാറ്റിക് ട്രങ്കിംഗ് ഫീച്ചർ മുതലെടുക്കാൻ ശ്രമിക്കും. ഇത് വിജയിച്ചാൽ ആ പോർട്ട് ഒരു ട്രങ്ക് പോർട്ടായി മാറും. അതോടെ എല്ലാ VLANകളിലെയും ഡേറ്റ അറ്റാക്കർക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും അറ്റാക്കർമാർക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എയർസീനിയ പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് ഇത്തരം ആക്രമണങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടൂൾ ഓട്ടോമാറ്റിക്കായി വ്യാജ DTP പാക്കറ്റുകൾ അയച്ച് സ്വിച്ചിനെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ഭീഷണിയെ കൂടുതൽ റിയൽ ആക്കുന്നു. ഇതിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഡബിൾ ടാഗിംഗ് അറ്റാക്ക്. ഒരു കത്തിന് മുകളിൽ 2 അഡ്രസ് ഒട്ടിച്ചുവിടുന്നത് പോലെയാണത്. അറ്റാക്കർ ഒരു പാക്കറ്റിന് 2 VLAN ടാഗ് കൊടുത്ത് അയക്കും. ആദ്യത്തെ സ്വിച്ച് പുറത്തുള്ള ടാഗ് നോക്കി അത് നീക്കം ചെയ്ത് അടുത്ത സ്വിച്ചിലേക്ക് അയക്കും. പക്ഷേ രണ്ടാമത്തെ സ്വിച്ചിന് പാക്കറ്റ് കിട്ടുമ്പോൾ അതിൽ അറ്റാക്കർ ഒളിപ്പിച്ചു വെച്ച 2ാമത്തെ ടാഗ് ഉണ്ടാവും. അത് നോക്കി ആ സ്വിച്ച് പാക്കറ്റിനെ നേരെ ഇരയുടെ VLANലേക്ക് അയക്കും. നമ്മൾ കണ്ടു, VLANന് 4094 എന്നൊരു പരിധിയുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തെ വലിയ ഡേറ്റാ സെന്ററുകൾക്കും ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ ക്ലൗഡ് പോലുള്ള സേവനങ്ങൾക്കും ഇത് തികയാതെ വന്നാലോ? അപ്പോൾ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകണം. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, അല്ലേ? ആയിരക്കണക്കിന് 10,000കണക്കിന് കസ്റ്റമേഴ്സുള്ള ഒരു ക്ലൗഡ് പ്രൊവൈഡറെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അവർക്ക് ഈ 4094 എന്ന ലിമിറ്റ് ഒരു വലിയ തലവേദനയാണ്. ഇതിനുള്ള ഒരു അടിപൊളി പരിഹാരമാണ് VXLAN. സിമ്പിളായി പറഞ്ഞാൽ, നിലവിലുള്ള ഒരു ലെയർ 3 നെറ്റ്വർക്കിന് മുകളിലൂടെ ഒരു ലെയർ 2 ടണൽ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിയാണിത്. ഒരു ഹൈവേക്ക് മുകളിലൂടെ ഒരു ഫ്ലൈ ഓവർ പണിയുന്നത് പോലെ. ഇത് VLANന്റെ എല്ലാ പരിമിതികളെയും മറികടക്കാൻ സഹായിക്കുന്നു. അപ്പോൾ VXLANന്റെ ശക്തി എത്രയാണെന്നറിയാമോ? ആ 4000ന്റെ സ്ഥാനത്ത് VXLAN ഉപയോഗിച്ച് ഒരൊറ്റ ഡൊമെയിനുള്ളിൽ 16 ദശലക്ഷം, അതായത് 1,60,00,000 വെർച്വൽ നെറ്റ്വർക്കുകൾ വരെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഡേറ്റാ സെന്ററുകൾക്ക് ആവശ്യമായ ആ ഒരു മാസീവ് സ്കേലബിലിറ്റി നൽകുന്നു. അപ്പോൾ നമ്മൾ VLANൽ നിന്ന് VXLANലേക്കും ഹാർഡ്വെയറിൽ നിന്ന് സോഫ്റ്റ്വെയറിലേക്ക് മാറുമ്പോൾ നെറ്റ്വർക്കിന്റെ ഘടന തന്നെ മാറുകയാണ്. എല്ലാം വിർച്വൽ ആകുമ്പോൾ നമ്മുടെ നെറ്റ്വർക്കിന്റെ യഥാർത്ഥ സുരക്ഷാ അതിർത്തി എവിടെയാണ്? ഇതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടി വരും, അല്ലേ? ഈയൊരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ വിവരണം നമുക്ക് അവസാനിപ്പിക്കാം.